സിയസ്റ്റിനിയിലേക്കാണ്. സിയസ്റ്റിനി, ഇവിടെ ഏറ്റവും ഒടുവിൽ നമ്മൾ കേട്ടത് ഈ ഭീകരവാദികൾ കൊളംബോ വിമാനത്താവളത്തിലേക്ക് എത്തിയെന്നുള്ളതാണ്. പഹൽഗാമിൽ പോയ ആളെന്നുള്ള നിലയ്ക്ക് അവിടുത്തെ തെരച്ചിലിൻ്റെ കുറേയധികം കാര്യങ്ങൾ പുറത്തു പറയാൻ കഴിയാത്ത കുറേയധികം കാര്യങ്ങൾ കണ്ട ആളെന്നുള്ളത് എനിക്കത് അവിശ്വസനീയമാണ്. ഈ ഭീകരവാദികൾ ഏതെങ്കിലും തരത്തിൽ കൊളംബോ വിമാനത്താവളത്തിലേക്ക് എത്തി അവിടുന്ന് സിംഗപ്പൂരിലെ കണക്ഷൻ ഫ്ലൈറ്റിൽ കയറി പോകുന്നു എന്നുള്ളത് അചിന്ത്യമാണ്. അതിൻ്റെ വസ്തുത എന്താണ്, ഏതെങ്കിലും തരത്തിൽ സംശയമാണോ എന്ന കാര്യമൊക്കെ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മണിക്കൂറുകളിൽ വ്യക്തമാകട്ടെ. സിയസ്റ്റിനി 10 നാൾ ശരിയാണ്, അങ്ങേയറ്റത്തെ ദുർഘടമായ ടെറൈനാണ്. ഈ പറയുന്ന മരങ്ങൾ നിറഞ്ഞ, മഞ്ഞ് നിറഞ്ഞ, അങ്ങേയറ്റം മനുഷ്യന് കയറി പറ്റാൻ പറ്റാത്ത അസാധ്യമായ ടെറൈനാണ്. ഈ ഭീകരവാദികൾ അവിടെയൊക്കെ പാർക്കാൻ വലിയ പരിശീലനം കിട്ടിയവരുമാണ്. എങ്കിൽ കൂടിയും ഇന്ന് 11ാം നാളാകുന്നു സിയസ്റ്റിനി. ആ തീവ്രവാദികൾക്ക് എന്തുകൊണ്ടാകാം അത്തരത്തിൽ കാണാമറയെ തുളിച്ചിരിക്കാൻ കഴിയുന്നുണ്ടാവുക ഷിഡിന്നി? ശ്രീ ഹാഷ്മി, ശ്രീ ഹാഷ്മിയുടെ അടുത്ത് പറയുമ്പോൾ കുറച്ചും കൂടെ എനിക്ക് എന്താ പറയുക, ശ്രീ ഹാഷ്മിക്ക് മനസ്സിലാവും ഞാൻ എന്താ പറയുന്നതെന്ന്. ഒന്ന്, ശ്രീ ഹാഷ്മി തന്നെ കറക്റ്റായിട്ട് പറഞ്ഞത്, അവിടെ വളരെ ഡെൻസ് ആയിട്ടുള്ളൊരു ഫോറസ്റ്റ് ആണ് ആ ഏരിയ. അതായത് ഒരു നോർമൽ രീതിയിലുള്ള ഫോറസ്റ്റ് അല്ല, പൈൻ ഫോറസ്റ്റ് ആണ്. നമുക്കറിയാം ധാരാളം അണ്ടർഗ്രോത്ത് ഉള്ള ഏരിയ ആണ്. പലപ്പോഴും ഈ അണ്ടർഗ്രോത്ത് എന്ന് പറയുന്നത് 6 അടിക്കൊക്കെ മുകളിലുള്ള ഒരു രീതിയാണ്. ചില ഏരിയയിൽ സൂര്യപ്രകാശം ഇന്നേ വരെ വരാത്ത ഏരിയകളും ഉണ്ട്. അപ്പോൾ ഇതാണ് അവിടുത്തെ യാഥാർത്ഥ്യം. ഇത് ഞാൻ പറയുന്നതല്ല, അവിടുത്തെ യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെ ഒരു ഭീകരവാദി അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഭീകരവാദി, ഇവർ എവിടെ വേണമെങ്കിലും അവർക്ക് ഒളിക്കാൻ പറ്റുന്ന ധാരാളം ഹൈഡ് ഔട്ട്സ് അവിടെ ഉണ്ട്. നാച്ചുറലായിട്ട് ഹൈഡ് ഔട്ട്സ് ഉണ്ട്. അവർ തന്നെത്താൻ ഉണ്ടാക്കിയ പഴയ കാലങ്ങൾ തൊട്ട് പുതിയ തൊട്ടുള്ള ഹൈഡ് ഔട്ട്സ് ഉണ്ട്. ഈ ഹൈഡ് ഔട്ട്സ് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം, ചെറിയ ഒരു ഹോള് മാത്രമേ പുറത്ത് കാണാൻ പറ്റൂ. അതും അവർ ഈ പുല്ലും മറ്റും വെച്ച് കവർ ചെയ്ത് കഴിഞ്ഞാൽ പുറത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും അത് അറിയാനോ ഒന്നും പോകുന്നില്ല. അപ്പോൾ അതിനകത്ത് അവർക്ക് ഓൾറെഡി ഈ ഒരു ഓപ്പറേഷൻ ചെയ്തവർ വളരെ പ്ലാൻഡ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അവർ ഓൾറെഡി അതിനകത്ത് ഭക്ഷണവും വെള്ളവും മറ്റു കാര്യങ്ങളൊക്കെ ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെക്കും. അതിനകത്ത് താമസിക്കാനും ഒരു 7-8 ദിവസമൊക്കെ താമസിക്കാൻ പറ്റുന്ന രീതിയിലാണ്. അപ്പോൾ ഇതുപോലെ 2-3 ഹൈഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു ഹൈഡൗട്ടിൽ ഒരു 7-8 ദിവസം നിന്ന് കഴിഞ്ഞാൽ പിന്നെ മാറി മാറി നിന്ന് കഴിഞ്ഞാൽ അവർക്ക് നിൽക്കാം. അങ്ങനെ നിന്ന ചരിത്രം നമുക്കുണ്ട്. അവിടെ അതുപോലത്തെ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ ഒരു നോർമൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നീട് ഈ ഭീകരവാദി നമ്മൾ ഏതെങ്കിലും ഒരു ഭീകരവാദി അല്ല. ഇവർ പാകിസ്ഥാന്റെ ആർമിയിൽ നിന്ന് സ്പെഷ്യൽ ഫോഴ്സസിൽ ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവർ ഒരു സാധാരണ ഏതെങ്കിലും ഒരു ഭീകരവാദി ഒരു തോക്ക് പിടിപ്പിച്ചു കൊണ്ടല്ല. അവർക്ക് അവിടെ ഇങ്ങനത്തെ പരിസ്ഥിതിയിൽ എങ്ങനെ സർവൈവ് ചെയ്യണമെന്നുള്ള ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ചൊരു താമസം വരുന്നത്. അതും ഞാൻ അവിടെ എൻ്റെ ഒരു സർവീസിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ പറയുകയാണ്, പലപ്പോഴും നമ്മൾ വിചാരിക്കും എന്തുകൊണ്ട് പെട്ടെന്ന് കിട്ടുന്നില്ല. പക്ഷേ അതിൻ്റെ കാരണം വേറൊന്നും കൊണ്ടല്ല, അവരുടെ ആ ഒരു ദൈവം അവർക്ക് അത്രയും കൂടെ ആയുസ് കൊടുത്തിട്ടുണ്ടോ എന്ന് മാത്രമേ വിചാരിക്കാവൂ. കാരണം എൻ്റെ തന്നെ ബറ്റാലിയനിൽ എൻ്റെ ഒരു സീനിയർ ഓഫീസറിനെ ഞങ്ങളൊരു ഓപ്പറേഷൻ നഷ്ടപ്പെട്ടിരുന്നു. ആ ഭീകരവാദിയെ ഞങ്ങൾ ഹണ്ട് ഡൗൺ ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് ഏകദേശം ഒരു 89 ദിവസത്തോളം എടുത്തു. പക്ഷേ അത് കഴിഞ്ഞിട്ട് കിട്ടി. അപ്പം അതുകൊണ്ട് ഇതൊരു എന്താ പറഞ്ഞ ഒരു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആർമിയുടെ ഇൻഎഫിഷ്യൻസി അങ്ങനൊന്നും അല്ല. അത് അവിടുത്തെ ടെറൈനും നമ്മൾ ആർമി ഇൻഎഫിഷ്യൻസി എന്നുള്ളതല്ല. നമ്മൾ ആർമി അവിടെ ജോലി ചെയ്യുന്ന പട്ടാളക്കാരെ അങ്ങേയറ്റം ഹൃദയത്തോട് ചേർത്ത് പിടിച്ചാൽ മാത്രമേ പറ്റൂ. കാര്യം എന്തൊരു ദുർഘടമായ ടെറൈനാണ്. ജസ്റ്റിന് ഞാനും ബൽറാം നുരങ്ങാടിയും ഞങ്ങളുടെ ക്യാമറമാൻ ജോഗേഷ് സിംഗും കൂടെ ബൈസ്രൺ വാലിയിൽ പോയി തിരികെ ഇറങ്ങി അങ്ങോട്ട് കയറുന്ന വഴി തന്നെ ഒരു മണിക്കൂർ എടുത്താണ് കയറി പോകാൻ കഴിയുക. വലിയ ഉരുളം കല്ലുകളാണ്, മരങ്ങളാണ്, കയറി പോകുന്നതിന് ബുദ്ധിമുട്ടാണ്. തിരിച്ചിറങ്ങി വരുന്ന വഴിയിൽ ഒരു കല്ലിൽ തട്ടി ഞാൻ ഉരുണ്ട് വീണു, മുട്ട് പൊട്ടിയിരിക്കുകയാണ്, കാലിന് നല്ല വേദനയുണ്ട്. ജോഗേഷ് സിംഗിൻ്റെ ഒരു കൈ കിട്ടിയില്ലായിരുന്നെങ്കിൽ കാര്യത്തിൽ തീരുമാനമായനെ. അമ്മാതിരി ദുർഘടമായ ടെറൈനിൽ ജോലി ചെയ്യുന്ന പട്ടാളക്കാരോട് അങ്ങേയറ്റത്തെ അതിരുകടന്ന സ്നേഹം തോന്നിയ മണിക്കൂറുകളാണ്. ഒരു തർക്കം അക്കാര്യത്തിലില്ല. പക്ഷേ ജസ്റ്റിൻ, നമ്മൾ ഈ പറയുന്ന ഈ പറയുന്ന വനമേഖലകളിൽ ഈ പഹൽഗാമിന് ഒരു 40 കിലോമീറ്റർ ചുറ്റളവിൽ, ആ സ്ഥലത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, ഇഞ്ചോടിഞ്ച് എന്ന് പറഞ്ഞാൽ ലിറ്ററലി ഓരോ പൈൻ മരത്തിന് ചുറ്റും ആ പൈൻ മരത്തിൻ്റെ താഴെയുള്ള വലിയ പോടുകളിൽ ലിറ്ററലി ഇഞ്ചോടിഞ്ചുള്ള പരിശോധന നടത്തുകയാണ്. നമുക്ക് ഡ്രോൺ സംവിധാനങ്ങളുടെ പരിശോധനയുണ്ട്, നമുക്ക് തെർമൽ ഇമേജിംഗ് സംവിധാനങ്ങളുടെ പരിശോധനയുണ്ട്. നമുക്ക് ചെയ്യാൻ കഴിയുന്ന പരമാവധി സാങ്കേതികവിദ്യ ഉപയോഗിക്കുമ്പോൾ ഇവർക്ക് കാണാമറയത്ത് കഴിയുന്നുണ്ടെങ്കിൽ ഈ ഹാഷിം മോസിയൊക്കെ എത്രമാത്രം ടൈറ്റായ പരിശീലനം കിട്ടിയ ആൾക്കാരാകണം, ഭീകരവാദികളാകണം ഷിഡിന്നി? തീർച്ചയായിട്ടും അതിനകത്ത് ഒരു സംശയമില്ല. അതുപോലെ തന്നെ ശ്രീ ഹാഷ്മി, ഇതുപോലെ തന്നെ നമ്മൾ മുൻകാലങ്ങളിൽ അഫ്ഗാനിൽ നിന്നുള്ള ടെററിസ്റ്റിനെ പോലും നമ്മൾ കണ്ടിട്ടുണ്ട്. അവർ ഒരു കാരണവശാലും അവർ അത്രമാത്രം ട്രെയിനിങ്ങും അത്രമാത്രം റാഡിക്കലൈസ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവർക്ക് ഏത് രീതിയിലും ഏത് കാലാവസ്ഥയിലും എന്തിലും നേരിടാനുള്ള ഒരു ശക്തിയും ആ രീതിയിലാണ് അവർ പ്രവർത്തിക്കുന്നത്. പക്ഷെ അവിടെയൊക്കെ ഇന്ത്യൻ ആർമി അവരെ നേരിട്ട് അവരെ ഇല്ലാതാക്കി അല്ലെങ്കിൽ അവർ ന്യൂട്രലൈസ് ചെയ്തിട്ടുണ്ട്.
അതുകൊണ്ട് ഇപ്പം ശ്രീ ഹാഷ്മി തന്നെ പോയിട്ടുള്ള ആ ഏരിയയിൽ നിന്ന് എത്രയോ മേളിലാണ് ഈ മലയുടെ റിഡ്ജ് ലൈൻ, അതായത് ഏറ്റവും മേളിൽ. അപ്പോൾ അവിടെയൊക്കെ എത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ നമ്മളൊരു നോർമൽ വാക്കല്ല. കാരണം ഈ ഇരിക്കുന്ന ആളുകൾക്കും അറിയാം അവരെ തേടി സൈന്യം വരുന്നുണ്ടെന്ന്. അപ്പോൾ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ ഓഫീസർ പോലും ഇതേപോലെ ഒരു ഓപ്പറേഷനിൽ പോയപ്പോഴാണ്, അതായത് അവർക്കറിയായിരുന്നു നമ്മൾ വരുന്നെന്ന്, അവരെ തേടി ചെന്ന് അവർ ബാക്കിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു എൻകൗണ്ടറിലാണ് നമ്മൾ നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് സേഫ്റ്റിയും നോക്കണം, അതുപോലെ തന്നെ അവരുടെ ആ ഐഡന്റിറ്റി എവിടാന്നുള്ളത് അല്ലെങ്കിൽ എവിടെയാണ് ഒളിച്ചിരിക്കുന്നുള്ളതിൻ്റെ ആ ഒരു രീതിയിലേക്കാണ് പോകുന്നത്. അപ്പം ഇന്റലിജൻസ് ഇതിനകത്തൊരു വലിയൊരു ഫാക്ടറാണ്. ഈ പെഹൽഗാം ഏരിയയിൽ മുൻപ് അത്ര വലിയ ഭീകരവാദം നടന്നിട്ടില്ല. കുറേ വർഷങ്ങളായിട്ട് അവിടെ ഒരു ഡോർമെന്റ് ഏരിയ ആയിരുന്നു. അതുകൊണ്ട് ഹ്യൂമൻ ഇന്റലിജൻസ് കിട്ടാൻ ചിലപ്പം കുറച്ച് ഒരു ഇഷ്യൂ കാണും. എപ്പോഴും നിരന്തരമായിട്ട് ഓപ്പറേഷൻ നടക്കുന്ന സ്ഥലത്താണെങ്കിൽ അവിടെ ഹ്യൂമൻ ഇന്റലിജൻസ് കുറച്ചും കൂടെ ഈസി ആയിട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു ചാലഞ്ചാണ്. പക്ഷേ ഈ ചാലഞ്ചൊക്കെ മുൻപും ഇന്ത്യൻ ആർമി ഫേസ് ചെയ്തിട്ടുണ്ട്. ആ ഫേസ് ചെയ്ത് തന്നെയാണ് അവർ അതിനെ ഓവർകം ചെയ്ത് നമ്മൾ ഇത്രയും ന്യൂട്രലൈസ് ചെയ്ത് ഈ ഒരു സ്ഥിതിയിലേക്ക് ആക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് വളരെ കോൺഫിഡൻ്റ് ആണ് ഞാൻ ഈ മൂസ ആയാലും ശരി, അവരുടെ കൂടെ ടീം ആയാലും ശരി, വരും ദിവസങ്ങളിൽ നമുക്ക് കിട്ടും. പിന്നെ ഈ കൊളംബോയിലുള്ള ആ ഒരു ന്യൂസ്, അതൊക്കെ ഒരു എന്താ പറഞ്ഞാൽ ഒരു പ്രൊപ്പഗാൻഡ ആയിട്ട് മാത്രം കണ്ടാൽ മതി. കാരണം അതൊരു ഫേക്ക് ഇമെയിൽ ആയിട്ടാണ്, അത് ഹോക്സ് ആയിട്ടാണ്. പക്ഷേ NDTV അത് സ്ഥിരീകരിക്കുന്നത് എങ്ങനെയാണ്? അവിടുത്തെ പോലീസിന്റെ സ്പോക്സ് പേഴ്സണെ ഉദ്ധരിച്ചുകൊണ്ടാണ് അയാൾ പറഞ്ഞതാണ് 6 ഭീകരവാദികളാണ് പഹൽഗാം എന്ന വാക്ക് തന്നെ വരും. പോട്ടെ, അത് അന്വേഷണത്തിൽ എന്ത് സംഭവിച്ചതാണെന്ന് അന്വേഷണത്തിലേട്ടെ. ഇനി ഈ പറയുന്ന ഭീകരവാദി സംഘങ്ങളുമായി ബന്ധമുള്ള മറ്റേതെങ്കിലും സംഘങ്ങളെ തെരച്ചിലാണോ? ഇപ്പം രാജ്യമൊട്ടാകെയുള്ള പരിശോധന ഉണ്ടാവില്ല അക്കാര്യത്തിൽ. ഞാൻ അങ്ങനെയൊക്കെ താമസിക്കും.